കൊല്ലത്ത് UDFന്റെ പ്രചാരണം ഇപ്പോൾ നടക്കുകയാണ്. സജീവമായ അരുൺ രാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് കൊല്ലത്തെ വിവരങ്ങൾ? അരുൺ, ഉന്മേഷ്, കൊല്ലത്ത് UDF ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. രണ്ട് ഘട്ടമായി വിപുലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന്റെ മുണ്ടക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ജയലക്ഷ്മി ഇപ്പോൾ വോട്ട് തേടുകയാണ്. ഓരോ വോട്ടും ഉറപ്പിക്കുക. അത് രാവിലെ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ജയലക്ഷ്മി ഇപ്പോൾ വോട്ട് തേടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കോളേജിലൊക്കെ പോയിട്ട് വോട്ട് തേടാൻ ഇറങ്ങിയത് രാവിലെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ആദ്യത്തെ അവർ കഴിഞ്ഞ ഉടനെ വോട്ട് തേടാൻ ഇറങ്ങും. അതെ, ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ പോയി മാറി. ഇപ്പൊ വീണ്ടും വോട്ടിലേക്ക് ഇറങ്ങുവാണ്. പ്രചരണം ഇനി കടുപ്പിച്ച ഒരു മാസമേ ഉള്ളൂ. എല്ലായിടത്തും എത്തി പറ്റണം എനിക്ക്. അതുകൊണ്ട് വീട് കയറിയപ്പോ എങ്ങനെയുണ്ട് പ്രതികരണം? നല്ല പോസിറ്റീവായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ സീറ്റുകൾ ഉറപ്പിക്കുകയാണ് ഇനി വേണ്ടത്. എല്ലാരെയും ഒന്ന് നേരിട്ട് കാണണം. എല്ലാം ഒന്ന് കോൺഗ്രസ് ഭരിച്ച വാർഡാണ്, കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന വാർഡാണ്. അതെ, കോൺഗ്രസ് നല്ലതുപോലെ കൊണ്ടുപോയ ഒരു വാർഡാണ്. അത് പിന്തുടർന്നു പോകണമെന്നാണ് എന്റെ ഒരു ആഗ്രഹവും എന്റെ ഒരു പ്രയത്നവും എല്ലാം അതിനാണ്. ഒരു പ്രതികരണം ഇപ്പോൾ സംസാരിച്ചത് എല്ലാം നല്ല രീതിയിൽ എനിക്കൊരു ആത്മവിശ്വാസം കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിലാഷണം പോയ രീതിയിൽ, മുൻ കൌൺസിലർ അഭിലാഷണം പോയ രീതിയിൽ തന്നെ, അഭിലാഷണം ചെയ്ത രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയ സമിതി അംഗം ബിന്ദുകൃഷ്ണൻ അടക്കമുള്ളവർ ഇതിനെ ചുക്കാൻ പിടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി കൂടെ ഇറങ്ങി? ഒരുപാട് സന്തോഷം. ജനങ്ങൾ ഏറെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചു ജയലക്ഷ്മിയെ. ഈ നാടിന്റെ ലക്ഷ്മിയായി വിജയിച്ചു വരും, ഒരു സംശയം. UDF ആണ് ആദ്യം പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നത് കൊല്ലത്ത്. അതെ, കൊല്ലത്ത് മുൻകാലങ്ങളിൽ എങ്ങും ഇല്ലാത്ത രീതിയിൽ യാതൊരു തർക്കങ്ങളുമില്ലാതെ ചിട്ടയോടുകൂടി പാർട്ടി നേതാക്കന്മാർ, സഹപ്രവർത്തകർ അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് തന്ന പേരുകൾ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ ചരിത്രം തിരുത്തും കോൺഗ്രസ് UDF. ഇതാണ് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് തേടൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് 28 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സമയവും വളരെ ചെറിയ സമയം മാത്രമാണ്. അതുകൊണ്ട് ഓരോ വോട്ടും എത്രയും വേഗം ഉറപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. കാരണം കൊല്ലം കോർപ്പറേഷൻ ഭരണമാണ് ഇത്തവണ കൊല്ലം ജില്ലയിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന മുതിർന്ന നേതാക്കളടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട് കേന്ദ്രീകരിച്ച് വോട്ട് ക്രമീകരണം, വോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റാണ്. എങ്ങനെയുണ്ട് അൻവറെ, KSUവിന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഇന്നലെ DCC അംഗീകരിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ ചെറുപ്പക്കാർക്കുള്ള അവസരം. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരുടെ പേരാണ് കൃത്യമായി തന്നെ DCCക്ക് നൽകിയത് കൊല്ലം കോർപ്പറേഷന്. ആ രണ്ട് പേരുകളും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട DC പ്രസിഡന്റാണ്. സംവിധാനം മൊത്തം ഇറങ്ങും ജയലക്ഷ്മി. തീർച്ചയായിട്ടും KSUവിന്റെ മുഴുവൻ സംവിധാനം, SN ലോ കോളേജിലെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ് ജയലക്ഷ്മി. അതുകൊണ്ട് ആ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും, KSUവിന്റെ വിദ്യാർത്ഥികളും ജയലക്ഷ്മിക്ക് വേണ്ടി ഇറങ്ങും. തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ സജീവമാവുകയാണ് ഉന്മേഷ്. ഓരോ വീടുകളും ഏതായാലും കൊല്ലത്തിപ്പോൾ UDFന്റെ പ്രചാരണം സജീവമാകുന്നു. അരുൺ രാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.